പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കൃത്യമായി പറഞ്ഞാൽ 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി 4 ദിവസമേ ഉള്ളൂ. 4 ദിവസം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു 96 മണിക്കൂർ, ഒരു 100 മണിക്കൂറിൽ താഴെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ആ 100 മണിക്കൂറിൽ താഴെ മാത്രം തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇരിക്കെ ഈ പിണറായി സർക്കാർ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വാർത്ത ഇന്നലെ വന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയും 10-25 വർഷക്കാലത്തെ പരിചയമുള്ള എക്സ്പീരിയൻസുമുള്ള മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ ബി അശോകിനെ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ 4 ദിവസം മുമ്പുള്ളപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം സസ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ എന്തോ ട്രാൻസ്ഫർ ചെയ്യുന്നതോ സൈനിക വെൽഫെയർ അങ്ങോട്ടേക്ക് മറ്റും മാറ്റിയിരിക്കുകയായിരുന്നു. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം മാർച്ച് മാസം മുതൽ തന്നെ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാറുള്ളതാണ്. മാർച്ചിൽ സസ്പെൻഡ് ചെയ്തില്ല. ഏതാണ്ട് ഏപ്രിൽ അവസാനം ആയി തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ തൂത്തെറിയപ്പെടും എന്ന് തീരുമാനമായതിനെ തുടർന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമെന്ന് എട്ട് എക്സിറ്റ് പോളുകൾ ഫലം പ്രഖ്യാപിച്ച അതേ ദിവസമാണ് ഈ ബി അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇതിനകത്തുള്ള ഏറ്റവും വലിയ അസംബന്ധം എന്ന് പറയുന്നത് അഴിമതിക്കാരായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള എത്രയോ പേർ അധികാരത്തിലിരിക്കുന്നു. എത്രയോ പേർ IAS ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി ഒരുത്തനുണ്ട്. അവൻ്റെ പേര് പോലും പറയാൻ ഞാൻ എൻ്റെ നാക്ക് ചെലവഴിക്കുക. അവനെതിരെ എത്രയോ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറിക്കെതിരെ വന്നിരിക്കുന്നു. അതിൽ പലതും പറയാൻ തന്നെ നമ്മൾ മടിക്കുന്നവരല്ലേ സുഹൃത്തുക്കൾ. അത്രയ്ക്ക് നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരുത്തനാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് വിളിക്കുക. അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ അവനെ തൊഴിച്ച് പുറംകാലം കൊണ്ട് ദൂരെ കളയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആ ചീഫ് സെക്രട്ടറിക്ക് വേണ്ട എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കുക. ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് വേറൊരുത്തൻ ഇരിപ്പുണ്ട്. അവനുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് അടുത്ത സർക്കാർ വരുമ്പോൾ അതൊക്കെ പുറത്തു വരും. അവിടെ നിൽക്കട്ടെ, അവൻ അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരുത്തൻ ഇരിപ്പില്ലേ പോലീസിൽ, അവനെക്കുറിച്ച് ഇപ്പം കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് ചെയ്തോളൂ. ആ ഉദ്യോഗസ്ഥനെതിരെ, ആ ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെതിരെ ഉന്നതതല അന്വേഷണം പോലീസ് നടത്തണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും അവൻ അട്ടയെപ്പോലെ അവിടെ കയറിയിരിക്കുകയല്ലേ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ. എത്ര ആരോപണങ്ങൾ അവനെതിരെ വന്നു. ഞാനിപ്പോൾ തൽക്കാലം അവനെതിരെ ഒന്നും പറയുന്നില്ല. കാരണം അടുത്ത സർക്കാർ വന്നു കഴിയുമ്പോൾ അവനെതിരെ ആ സർക്കാർ പ്രവർത്തിച്ചുകൊള്ളൂ. ഇനി പ്രവൃത്തിയിലേക്കേ ഞാനുള്ളൂ. അതുകൊണ്ട് അവനെതിരെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അവനെതിരെ എത്ര ആരോപണങ്ങൾ വന്നു. അവനവിടെ അട്ട കടിച്ചു തൂങ്ങുന്നത് പോലെ കടിച്ചു തൂങ്ങുകയല്ലേ. അപ്പോൾ ചീഫ് സെക്രട്ടറി എന്നും പറഞ്ഞൊരു നരാധമൻ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണ വിധേയനായിട്ടുള്ള ആഭ്യന്തര സെക്രട്ടറി, ഡസൻ കണക്കിന് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരുത്തൻ ADGP ആയിട്ട് അവനൊക്കെ ഇരിക്കുമ്പോഴാണ് സൽഗുണ സമ്പന്നനും സത്യസന്ധനുമായിട്ടുള്ള ബി അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനെ അധികാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെടാൻ 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്? ഡോക്ടർ ബി അശോകിനെ എന്തിനാണ് പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ് ബി അശോകിനെ സസ്പെൻഡ് ചെയ്തത് തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ്? തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് സസ്പെൻഡ് ചെയ്യുന്നതിന് വല്ല കാര്യമുണ്ടോ? അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരവ് അശോകിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കലായിരിക്കില്ലേ? ഇതറിയാത്ത ആളാണോ വിജയൻ? എന്നിട്ടും വിജയൻ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, ധർമ്മടത്തേക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പ് അശോകനെ സസ്പെൻഡ് ചെയ്തത്? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഈ സർക്കാരിനെതിരെ ജനവികാരം രൂപപ്പെടുത്തുന്നതിൽ, ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെ, ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ
ജനങ്ങളുടെ ഇടയിൽ വികാരം രൂപപ്പെടുത്തുന്നതിൽ ഡോക്ടർ ബി അശോക് നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നിട്ട് മാത്രമാണ് ഇപ്പം 4 ദിവസം മുമ്പ് അശോകനെ അകാരണമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അശോകനെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ? അശോകനെതിരെ എന്തെങ്കിലും സ്ത്രീ പീഡനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ? അശോക് എവിടെയെങ്കിലും വിദേശത്ത് പോയി ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതായി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? അശോകനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എന്നാൽ അശോകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ? സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒന്നിലധികം തവണ ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുന്നിൽ പോയി തനിക്കല്ല IAS കേഡർ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള വിധി വാങ്ങിയ ആളെന്നുള്ള നിലയിലല്ലേ നമ്മൾ അശോകനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ നിയമ പോരാട്ടങ്ങൾ മുഴുവൻ അശോകൻ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ നമ്മൾ അശോകനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. IAS എന്ന് പറഞ്ഞിട്ടുള്ള ആ സംവിധാനത്തിൻ്റെ ആ സർവീസിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് പോരാടിയ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലല്ലേ നമ്മൾ ബി അശോകനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അശോക് തൻ്റെ അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളോട് പങ്കുവച്ചു എന്നുള്ളത് വസ്തുതയാണ്. അപ്പം അശോകന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അശോകന് 53 വയസ്സേ ഉള്ളൂ. അശോകൻ ഇനിയും 7 വർഷക്കാലം സർവീസ് ഉണ്ട്. ആ സർവീസിൽ അനങ്ങാതിരുന്ന് ലക്ഷക്കണക്കിന് ശമ്പളവും മേടിച്ച് ഈ ജനവിരുദ്ധ നയങ്ങൾക്കും ഈ വൃത്തികേടുകൾക്കും എല്ലാം കൂട്ടുനിന്നപ്പോരായിരുന്നു അശോകന്. അശോകൻ എന്തിനാണ് ഈ സർക്കാരിൻ്റെ എതിർപ്പ് വിളിച്ചു വരുത്തേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പോൾ അടുത്തൊരാൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിജു പ്രഭാകർ. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് വരെ ഒന്നും മിണ്ടിയില്ല. അതിന് അദ്ദേഹം എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നത്, അതൊന്നും ന്യായമായ കാരണങ്ങളൊന്നും അല്ല, വിശ്വസിക്കാൻ പറ്റില്ല, യോജിക്കാനും പറ്റില്ല. അയാൾ രാജിവെക്കുന്നതിന് വരെ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ 2029 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എങ്ങനെയാണ് പുള്ളിക്ക് മത്സരിക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തറവാട്ട് വകയാണോ കോൺഗ്രസ്? അല്ലല്ലോ. അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനാണെന്നുള്ളത് ശരി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെ അനങ്ങാതെ ചാഞ്ഞിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന് ആരും അങ്ങനെ പാർട്ടി ടിക്കറ്റ് മത്സരിക്കാൻ കൊടുത്തതായിട്ടൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഇനി എവിടെ പോയിട്ടാണ് മത്സരിക്കുക? അദ്ദേഹം മത്സരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരിക്കുമോ ഒന്നും എനിക്കറിയത്തില്ല. അവർ ചിലപ്പം അറിയില്ല, ഇനി വല്ല CPM സ്ഥാനാർത്ഥിയാവുമെന്നും നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം അഴിമതിയെക്കുറിച്ച് വാചാലമായി അദ്ദേഹം ഒരു പുസ്തകം എഴുതി, അത് പ്രകാശനം ചെയ്തു. അദ്ദേഹം ചാനലുകളിൽ പോയിരുന്ന് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് തനിക്ക് നല്ല ശമ്പളം, നല്ല പെൻഷനൊക്കെ കിട്ടുമെന്നായപ്പോൾ അദ്ദേഹത്തിലെ കോൺഗ്രസ് വികാരം അങ്ങനെ മുളപൊട്ടി. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ്റെ മകനാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായപ്പോൾ അദ്ദേഹം പുസ്തകം എഴുതി. ആ പുസ്തകം പ്രകാശനം ചെയ്തു. വലിയ അഴിമതി വിരുദ്ധനായി എല്ലാ ചാനലുകളിലും പോയി അദ്ദേഹം ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണോ ആർജവം? അതാണോ ഇച്ഛാശക്തി? ഈ അഴിമതി നടന്ന സമയത്ത് ഏത് മാളത്തിലായിരുന്നു അയാൾ കോഡ് ഓഫ് കോണ്ടാക്റ്റും സർവീസ് റൂളൊന്നും പറഞ്ഞൊന്നും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അയാൾ ആർജവമുള്ള ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ അയാളുടെ സർവീസിലിരിക്കുമ്പോൾ ഇത് എണ്ണി പറയണമായിരുന്നു. അത് പറയാതിരുന്നു എന്ന് പറഞ്ഞാൽ ആ തെറ്റിനെ അയാൾ കൂട്ടുനിന്നു എന്നല്ലേ അർത്ഥം. അതിന് നിയമവും സർവീസ് റൂൾസും കോൺട്രാക്ട് റൂൾസും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് സർവീസ് റൂൾസും കോൺട്രാക്ട് റൂൾസും ഉള്ളത് കൊണ്ടാണ് 100 കോടി രൂപയുടെ അഴിമതി കണ്ടപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞാൽ മതി. അത് അസംബന്ധമല്ലേ? അപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിരുന്ന് ഇങ്ങനെ മാന്യനായിരിക്കുക, അധികാരം ആ വഴി അശോകനും വേണമെങ്കിൽ അവലംബിക്കാൻ പാടില്ലായിരുന്നോ? അശോക് അങ്ങനെ അവലംബിച്ചവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അശോക് ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം അശോക് പോരാടിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശോകന് അങ്ങനെ ഇരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് അശോക് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ തുറന്നടിക്കാനുള്ള ആർജവവും ഇച്ഛാശക്തിയും കാണിച്ചത്. വേറെ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥൻ കാണിച്ചോ? എന്തേ ബിജു പ്രഭാകർ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇത് കാണിച്ചിരുന്നില്ല? ഇനി ബിജു പ്രഭാകർ എന്തോ കരാറിൻ്റെ ഉത്തരവുകളൊക്കെ ഇറക്കിയതിൽ ബിജു പ്രഭാകറിന് പങ്കുണ്ടെന്നൊക്കെ ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. എനിക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അശോക് കണ്ണിലെ കരടായതെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾ, പിണറായി വിജയൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ,
പിണറായി വിജയൻ്റെ ഭരണഘടനാ വിരുദ്ധ നടപടികൾ, ജനവിരുദ്ധ നടപടികൾ, അതൊക്കെ അദ്ദേഹം സർവീസിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഭാവി പോലും പണയപ്പെടുത്തിക്കൊണ്ട്, തൻ്റെ പ്രൊമോഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പോരാടുകയും പരസ്യമായി പറയുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഈ തുറന്നു പറച്ചിൽ സത്യത്തിൽ പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനോടാണ് അശോക് സംവദിച്ചത്. മിഡിൽ ക്ലാസ്സിനോടും അതിന് മുകളിലുള്ളവരോടും അശോക് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഈ പിണറായി സർക്കാർ എത്ര ജനവിരുദ്ധമാണ് ആയിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് തുറന്നു പറഞ്ഞു. അതിനുള്ള ആർജവം കാണിച്ചു, അതിനുള്ള ഇച്ഛാശക്തി കാണിച്ചു. അത് ചെറിയ പരിക്കൊന്നുമല്ല പിണറായി സർക്കാരിന് ഏൽപ്പിച്ചത്. ഇപ്പം ഇന്നലെ തന്നെ അദ്ദേഹം ഏഷ്യാനെറ്റിൽ ഇരുന്നു കൊണ്ട് അതിരൂക്ഷമായ ഭാഷയിലല്ലേ ഈ ഗവൺമെൻറ്റിനെ വിമർശിച്ചത്. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, IAS ഇങ്ങനെയൊക്കെ പറയാമോ? IAS ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കേണ്ടവരല്ലേ എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? IAS അവൻ മിണ്ടാതിരുന്നു കൊണ്ട് മൂക്കേൽ മുട്ടുമുട്ടിച്ച് ഇച്ഛായിണ്ട എന്ന് വരച്ച് പിണറായി വിജയൻ്റെ എല്ലാ അഴിമതിക്കും കൂട്ടുനിൽക്കണം. ഇതല്ലേ വാദം? അതിന് തനിക്ക് സൗകര്യമില്ല എന്നാണ് അശോക് പറഞ്ഞത്. പിണറായി വിജയൻ്റെ അഴിമതിക്ക് കൂട്ടുനിന്ന IAS ഉദ്യോഗസ്ഥന്മാരെ പിണറായി വിജയൻ എങ്ങനെയാണ് സഹായിക്കുന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ട് KM എബ്രഹാം എന്ന് പറഞ്ഞൊരു ഉത്തരം അവിടെ ഇരിപ്പുണ്ട്. പിണറായി വിജയൻ്റെ ഇതുപോലുള്ള എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ടുള്ള ആളാണ് അയാളെ. 2000-ൻ്റെ തുടക്കത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ അന്ന് പറഞ്ഞതാണ്, കർണക്കുറ്റിക്കിട്ട് അടി കൊടുത്ത് പറഞ്ഞു വിടണമെന്ന്. വെച്ച് കടന്നുപോയെന്ന് എനിക്കന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പിണറായി വിജയൻ്റെ വത്സല വിശ്വസ്ത വിനീത വിധേയൻ KM എബ്രഹാം. പിന്നൊരു വിശ്വസ്ത വിനീത വിധേയൻ ഉണ്ടായിരുന്നു, M ശിവശങ്കരൻ. 1.5 വർഷക്കാലം ജയിലിൽ കിടന്നു. പിണറായി വിജയൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നു. VP ജോയി എന്ന് പറഞ്ഞൊരുത്തൻ ചീഫ് സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞപ്പോൾ അവന് വലിയ ശമ്പളം കൊടുത്ത് പെൻഷനും കൊടുത്ത് എവിടെയോ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അവരൊക്കെ പിണറായി വിജയനെ സഹായിച്ച, പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരോട് തനിക്കതിന് സൗകര്യമില്ല എന്ന് ഞെളിഞ്ഞു നിന്ന്, നെഞ്ചു വിരിച്ചു നിന്ന് പറഞ്ഞ ആളാണ് B അശോക്. ഇന്നലെ ശരിക്കും ഏഷ്യാനെറ്റ് ചാനലിൽ അശോക് തീ തുപ്പുകയല്ലായിരുന്നു. ഇത്രയും ജനവിരുദ്ധനായിട്ടുള്ള പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഒരുപക്ഷെ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവണ്ടേ സുഹൃത്തുക്കളെ? അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിലെ 4 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടി പുറത്തു പോകാൻ പോകുന്നു എന്ന് ഉറപ്പായിട്ടും അശോകിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അശോകിൻ്റെ ആക്രമണം, അശോകിൻ്റെ പോരാട്ടം, അശോകിൻ്റെ ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയുമുള്ള തൻ്റെ ഭാവി പോലും പണയം വെച്ചിട്ടുള്ള പോരാട്ടം പിണറായി സർക്കാരിൻ്റെ പതനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വിജയന് ബോധ്യമായതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ വിജയൻ മനസ്സിലാക്കിക്കൊള്ളണം, അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം റദ്ദാക്കാൻ പോകുന്ന ഉത്തരവ് B അശോക് എന്ന് പറഞ്ഞ ഈ പോരാളിയുടെ സസ്പെൻഷൻ ഉത്തരവായിരിക്കും എന്ന കാര്യം വിജയൻ ധർമ്മടത്ത് നിന്ന് ചാനലുകളിലൂടെ അറിയും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.